ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അയർലൻഡിലും ഇംഗ്ലണ്ടിലും നാണം കെട്ടി ഇന്ത്യ. തുടർച്ചയായി 6 പരാജയങ്ങളാണ് പുതിയ നായകന് കീഴിൽ ഇന്ത്യ ഇതിനോടകം വഴങ്ങിയത്. തുടർ തോൽവികളിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ സ്ഥാനമടക്കം ഭീഷണിയിലാണ്. മാർച്ച് 8, 2026 ന്യൂസിലൻഡിനെ തകർത്ത സ്വന്തം മണ്ണിൽ ഇന്ത്യ കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വകിരീടം നിലനിർത്തിയത്. ലോക നെറുകയിലെത്തി 5 മാസം തികയുന്നതിന് മുൻപേ നാണക്കേടിന്റെ പടുകുഴിയിലാണ് ഇന്ത്യൻ ടീം. ലോകകപ്പും ഏഷ്യൻ കപ്പും അടക്കം നയിച്ച 52-ൽ 42-ലും ഇന്ത്യക്കായി ജയം സ്വന്തമാക്കിയ സൂര്യകുമാറിനെ കറിവേപ്പിലയാക്കിയാണ് BCCI 2020 ടീമിൽ അഴിച്ചുപണി നടത്തിയത്. അടുത്ത 2020 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടായിരുന്നു അഴിച്ചുപണി. മോശം ഫോമിലായിരുന്ന സൂര്യകുമാറിന് മറ്റൊരവസരം പോലും നൽകാതെ പുറത്താക്കി. ഏറെക്കാലമായി ഇന്ത്യൻ 2020 ടീമിന്റെ ഭാഗമല്ലാതിരുന്ന ശ്രേയസ് അയ്യരെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഉപനായകൻ അക്ഷർ പട്ടേലിന്റെ സ്ഥാനം തിലക് വർമ്മയ്ക്ക് കൈമാറി. IPL-ൽ മികച്ച പ്രകടനം നടത്തിയ പാട്ടിദാറും ഭുവനേശ്വറും അടക്കമുള്ളവരെ തഴയുകയും പരിക്കിനു ശേഷം കളത്തിലിറങ്ങാത്ത ഹർഷിത് റാണയെ ടീമിലെത്തിക്കുകയും ചെയ്തു. കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പുതിയ നായകന് കീഴിൽ ഇന്ത്യ പരമ്പരകൾക്കായി പുറപ്പെട്ടത്. അയർലൻഡിലെത്തിയ ഇന്ത്യ ചരിത്രത്തിലാദ്യമായി ഐറിഷ് പടയോട് ഏതെങ്കിലും ഫോർമാറ്റിൽ തോൽവി വഴങ്ങുകയും പരമ്പര അടിയറവ് പറയുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ സഞ്ജുവിനെ പുറത്താക്കി കൗമാരതാരം സൂര്യവൻശിക്ക് അവസരം നൽകിയെങ്കിലും തോൽവി തുടർക്കഥയായി. മഴയെടുത്ത ഒരു മത്സരം ഒഴിച്ചാൽ 125 റൺസിന്റെ ചരിത്ര തോൽവിയടക്കം 4-ലും ഇന്ത്യ നിലം തൊട്ടില്ല. ഇതാദ്യമായാണ് 2020-ൽ ഇന്ത്യ 6 മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കുന്നത്. ലോകകപ്പ് ഹീറോ സഞ്ജുവിനെ ഒഴിവാക്കിയാണ് ഇന്ത്യ സിംബാബ്വേയിലേക്ക് പരമ്പരയ്ക്കായി പോകുന്നത്. തുടർച്ചയായ തോൽവികളെ BCCI കാര്യമായാണ് കാണുന്നത്. ടീമിന്റെ പരിശീലനമടക്കം നിരീക്ഷണത്തിലാണ്. സിംബാബ്വേയിലും തോൽവി തുടർന്നാൽ സെലക്ഷൻ കമ്മിറ്റിയിലും പരിശീലന സംഘത്തിലും ടീമിലുമടക്കം അഴിച്ചുപണി ഉണ്ടായേക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.